KS മൗലവിയെ കൊലപ്പെടുത്തിയ RSSകാരെ കോടതി വെറുതെ വിട്ടതോടെ നിലമറന്നു തുള്ളുകയാണ് UDF. സർക്കാർ ഒത്തുകളിച്ചാണത്രേ ഇങ്ങനൊരു വിധിയുണ്ടാക്കിയത്. അല്ലെങ്കിലും അസംബന്ധം പറയാൻ UDFകാരെ ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. ഈ വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സർക്കാർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. മൗലവിയുടെ ബന്ധുക്കൾക്ക് നീതി കിട്ടുന്നതുവരെ ഏതറ്റം വരെയും നിയമ പോരാട്ടം തുടരുമെന്നുള്ളത് ഈ സർക്കാരിന്റെ നിലപാടാണ്. പക്ഷേ ദൗർഭാഗ്യകരമായ ഒരു കോടതി വിധിയുടെ പേരിൽ കുടില രാഷ്ട്രീയം കളിക്കുന്ന UDFന്റെ തനി നിറം അറിയണമെങ്കിൽ നമ്മൾ മറ്റൊരു കേസിനെ കുറിച്ച് പഠിക്കണം. അതാണ് കണ്ണൂരിലെ കാഞ്ഞിലേരി സത്യൻ കൊലക്കേസ്. കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും അറിയപ്പെടുന്ന കായിക താരവുമായിരുന്നു സത്യൻ. അദ്ദേഹത്തെ RSSകാർ 1994 മാർച്ച് 24 ഒരു നട്ടുച്ചയ്ക്കാണ് വെട്ടിക്കൊന്നത്. അന്ന് കേരളം ഭരിച്ചിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി K. കരുണാകരനായിരുന്നു. ഇന്നത്തെ KPCC പ്രസിഡന്റ് K. സുധാകരനായിരുന്നു അന്നത്തെ കണ്ണൂർ DCC പ്രസിഡന്റ്. ഇത്തരത്തിലുള്ള കൊടികുത്തിയ നേതാക്കളൊക്കെ കോൺഗ്രസിന്റെ തലപ്പത്തുണ്ടായിട്ടും RSSനെതിരെ ഒരു തിരിച്ചടിയും ഒന്നും ഉണ്ടായില്ല. എന്തിനധികം പറയുന്നു, K. സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ചെറുവിരൽ അനക്കി പോലും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാ പ്രതികളെയും സെഷൻസ് കോടതി വെറുതെ വിടുക കൂടെ ചെയ്തപ്പോൾ കാര്യങ്ങൾ ശുഭം. കോടതി പറഞ്ഞതെല്ലാം സാങ്കേതിക കാരണങ്ങളായിരുന്നു. സത്യനൊപ്പം ക്രൂരമായി ആക്രമിക്കപ്പെട്ട സഹോദരൻ ഷാജി ആയിരുന്നു ഒന്നാം സാക്ഷി. മാരകമായ പരിക്കുകളെ അതിജീവിച്ച ഷാജിയുടെ സാക്ഷിമൊഴി പോലും കോടതി തള്ളി. കാരണം എന്തായിരുന്നെന്നോ? പ്രതികളുടെ പേരുകളൊന്നും ഡോക്ടറോട് വെളിപ്പെടുത്തിയില്ലത്രേ. അതുകൊണ്ട് മൊഴിക്ക് വിശ്വാസ്യത പോരത്രേ. ഇത്തരം വിചിത്രമായ പഴുതുകൾ നിരത്തി പ്രതികളെ കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവരുടെ പ്രതീക്ഷകളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് പിന്നീട് അധികാരത്തിൽ വന്ന EK നായനാർ സർക്കാർ വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോയി. സത്യനെ കൊല ചെയ്ത RSSകാർക്ക് ജീവപര്യന്തം ശിക്ഷയും ലഭിച്ചു. വിട്ടുവീഴ്ചയില്ലാത്ത നിയമ പോരാട്ടത്തിന്റെ അനന്തര ഫലമായിരുന്നു അത്. ഹൈക്കോടതി വിധി എഴുതിയ ജസ്റ്റിസ് JB കോശി വിചാരണ കോടതിയെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി: It is the duty of the court to see that no innocent person is punished, and at the same time, the real culprit should not escape on mere fanciful reasons. അതെ, ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത്. പക്ഷെ മെനഞ്ഞുണ്ടാക്കുന്ന കാരണങ്ങളുടെ മറവിൽ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും കോടതിയുടെ ചുമതലയാണ്. വിചാരണ കോടതിയിൽ ട്രിപ്പീസ് കളിക്കുന്ന ന്യായാധിപ ശൃംഖങ്ങൾക്കുള്ള വിനീതമായിട്ടുള്ള ഒരു താക്കീതായിരുന്നു അത്. ഹൈക്കോടതി വിധിക്കെതിരെ പ്രതികൾ സുപ്രീം കോടതിയിലെത്തി. ഹൈക്കോടതി വിധി സുപ്രീം കോടതിയും ശരിവെച്ചു. വിചാരണ കോടതിയുടെ നിരീക്ഷണങ്ങളെ നഖശിഖാന്തം സുപ്രീം കോടതിയും വിമർശിച്ചു. FIR രജിസ്റ്റർ ചെയ്യാൻ വൈകി. അതായിരുന്നു പ്രതികളെ രക്ഷിക്കാൻ വിചാരണ കോടതി കണ്ടെത്തിയ ഒരു കാരണം. മാരകമായ 58 വെട്ടുകളേറ്റ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ് ആദ്യത്തെ കടമ. പരാതിയും FIRും ഒക്കെ പിന്നീടാണ്. ആ തത്രപ്പാടിനിടയിൽ FIR രജിസ്റ്റർ ചെയ്യാൻ 1-2 മണിക്കൂർ വൈകിയത് പ്രോസിക്യൂഷൻ ചെയ്ത എന്തോ മഹാ അപരാധമായി പിന്നീട് ചിത്രീകരിക്കപ്പെട്ടു. ആ കാലതാമസം നീതിന്യായ വിചാരണയിൽ നിർണായകമായി പോലും. ഇതിന്റെ ഒന്നും ഗുട്ടൻസ് ഒന്നും ഒരു കാലത്തും സാധാരണ ജനത്തിന് പിടികിട്ടുകയില്ല. പക്ഷേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ ജഡ്ജിമാർ വിധി എഴുതി വെച്ചാൽ പിന്നെ അപ്പീലിന് പോവുകയല്ലേയുള്ളൂ ആശ്രയം. വിചാരണ കോടതിയുടെ നിലപാട് നിത്യജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതല്ലെന്നും സുപ്രീം കോടതി തുറന്നടിച്ചു. ജീവിത യാഥാർത്ഥ്യങ്ങളെ കണക്കിലെടുക്കാത്ത വലിച്ചു നീട്ടപ്പെട്ട നിഗമനം അതായിരുന്നു സുപ്രീം കോടതിയുടെ ഈ വിധിക്കെതിരെയുള്ള പരാമർശം. മെഡിക്കൽ റിപ്പോർട്ടിൽ പ്രതികളുടെ പേരില്ലെന്ന വിചിത്രമായ ന്യായത്തെയും സുപ്രീം കോടതി തള്ളി. രോഗിയെ പരിക്കേൽപ്പിച്ചവരുടെ പേര് വിവരം രേഖപ്പെടുത്താൻ പരിശോധിക്കുന്ന ഡോക്ടർക്ക് ചുമതലയൊന്നുമില്ലെന്ന് സുപ്രീം കോടതി തുറന്നടിച്ചു. തുടർന്ന് പ്രതികളുടെ അപ്പീൽ തള്ളുകയും ചെയ്തു. ഹൈക്കോടതി വിധിച്ച ജീവപര്യന്തം തടവ് അങ്ങനെ സുപ്രീം കോടതി ശരിവെച്ചു. കാഞ്ഞിലേരി സത്യൻ എന്ന കോൺഗ്രസുകാരനെ കൊലപ്പെടുത്തിയ RSSകാർക്ക് കഠിന ശിക്ഷ ഉറപ്പുവരുത്താൻ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയത് സഖാവ് EK നായനാർ നേതൃത്വം നൽകിയ LDF സർക്കാരാണ്. പക്ഷേ സത്യന്റെ കുടുംബത്തോട് K. സുധാകരനും കോൺഗ്രസുകാരും ചെയ്തത് എന്താണ്? അതും കൂടി നമ്മൾ അറിയണമല്ലോ. അക്കാര്യം സത്യന്റെ അമ്മ തന്നെ പറയും. സത്യന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചതിന്റെ പണം ആ അമ്മയിൽ നിന്ന് പിടുങ്ങിയ മഹാപാപികളാണ് കോൺഗ്രസുകാർ. എന്റെ മോനെ കോഴിക്കോടിന് കൊണ്ടുവന്ന പൈസ വരെ ഞാനാന്ന് ഇരുന്ന് കൊടുത്തില്ല. അറിയാങ്ങൾ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കൾ ഒരാളറിയില്ല. കൊടുത്തത് മനോളി വാസുവാണ്. കോഴിക്കോട് നിന്ന് അവരെല്ലാം പോയതിന്റെ ചേട്ടൻ ആടുന്ന് അയാൾ പറഞ്ഞു പോലും എന്റെ അടുത്ത് എത്തിക്കാൻ പൈസ ഇല്ലാന്ന്. കോൺഗ്രസ് ആൾ എത്തിക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ ഇവൻ വേഗം 2000 ഉറുപ്പിക എടുത്തു എത്തിക്കുക. നിങ്ങൾക്ക് നാട്ടിൽ വന്ന പാട് തരാന്ന്. നാട്ടിൽ വന്നതിന്റെ ശേഷം ഇയാൾ കുറെ ചോദിച്ചിരുന്നു, മനോളി പോയി ചത്തുപോയി കേട്ടോ,
അയാളിപ്പോ ഇല്ല. പിന്നെ ചോദിച്ചതിന് ശേഷം കൊടുത്തില്ല. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആൾ എന്നോട് പറഞ്ഞു, നമ്മളെ സുരൻ വന്നിട്ട് പറഞ്ഞു അനുവർത്തി ഇങ്ങനെ ബാസൂര് പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞ സത്യനെ കൊണ്ടുവരെ, അതുകൊണ്ട് പിന്നെ ആ പൈസ വേണോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ ഇപ്പം തൽക്കാലമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തരാം. പെട്ടെന്ന് പറയാൻ പിന്നെ എടുക്കാൻ എനിക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അത് ഞാൻ ഇവന് കൊടുത്തിന്. ആ പൈസ ഞാൻ കൊടുത്തു. ചിരട്ട വരെ കൊണ്ടുവന്ന പൈസ ഇവര് സഹായിച്ചിട്ടില്ല എന്നെ കോൺഗ്രസ്സുകാർ. സത്യന്റെ കുടുംബത്തെ സഹായിച്ച് RSS കൊലയാളികളുടെ അപ്രീതിക്ക് പാത്രമാകാൻ കോൺഗ്രസുകാർക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയല്ലേ കണ്ണൂരിൽ RSSുമായി തങ്ങൾക്ക് ഒരു സംഘർഷവുമില്ലെന്ന് ഈ അടുത്ത കാലത്തും സുധാകരൻ പറഞ്ഞത്. കണ്ണൂരിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു തർക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല കണ്ണൂർ ജില്ലയിൽ. അതാണ് കണ്ണൂരിന്റെ വേറൊരു പ്രത്യേകത. RSSും കോൺഗ്രസും തമ്മിൽ എവിടെ എപ്പോഴും സംഘർഷം ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കൊലപാതകം നടന്നിട്ടുണ്ടോ? എനിക്കറിയില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ അവരുമായിട്ട് സംഘർഷമില്ല. അതാ ഞാൻ പറഞ്ഞ BJP കേരളത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ സംഘർഷമില്ല എവിടെയും. സത്യനെ അനുസ്മരിച്ച് തന്റെ ഒപ്പം താൻ നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ജീവത്യാഗം ചെയ്ത ഒരു ചെറുപ്പക്കാരനെ ഓർത്തെടുത്ത് അടയാളപ്പെടുത്തിക്കൊണ്ട് RSSനെതിരെ ഒരു വാക്ക് പോലും സുധാകരൻ ഇതുവരെ ഉരിയാടുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? RSS ശാഖയ്ക്ക് കാവൽ നിന്ന് സ്വന്തം ചരിത്രം ഉളുപ്പില്ലാതെ അയവിറക്കുന്ന കെ സുധാകരന്റെ ഓർമ്മകളിൽ എന്തുകൊണ്ട് കാഞ്ഞിലേരി സത്യൻ ഇല്ലാതായി? സത്യനെ കൊന്ന RSSകാരുമായി സുധാകരന് ബന്ധമില്ലെന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാനാവും? EP ജയരാജനെ വധിക്കാൻ സുധാകരൻ കൊടുത്ത കൊട്ടേഷൻ എങ്ങനെ RSS ക്രിമിനലുകളായ പേട്ട ദിനേശനും വിക്രം ചാലിൽ ശശിക്കും കിട്ടി? KV സുധീഷ് വധക്കേസിലെ 1-ാം പ്രതിയാണ് RSS കൊടും ക്രിമിനലായ പേട്ട ദിനേശൻ. ആ ദിനേശൻ എങ്ങനെ സുധാകരന്റെ കയ്യാളായി? ചരിത്രമൊന്നും ആരും മറന്നിട്ടില്ല മിസ്റ്റർ സുധാകരൻ. അതുകൊണ്ട് റിയാസ് മൗലവിയുടെ ഘാതകരുടെ കാര്യത്തിൽ UDF ഒരു ഉത്കണ്ഠയും അഭിനയിക്കേണ്ട. അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ദൗത്യം സർക്കാർ തുടരും. ഈ കൊലയാളികൾ 7 കൊല്ലം ജയിലിലായിരുന്നു. പിണറായി സർക്കാരിന്റെ കർക്കശ നിലപാട് മൂലമാണ് 7 കൊല്ലം അവർക്ക് ജാമ്യം കിട്ടാതെ അകത്തു കിടക്കേണ്ടി വന്നത്.